ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ. ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും ഭാവിയെക്കുറിച്ച് പഠിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക മ്യൂസിയങ്ങളിലൊന്നാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. 2022 ഫെബ്രുവരി 22 ദുബായിൽ ഉദ്ഘാടനം ചെയ്തു. ഷെയ്ഖ് സായിദ് റോഡിൽ എമിറേറ്റ്സ് ടവറിന് അടുത്ത് ഏകദേശം 77 മീറ്റർ ഉയരത്തിൽ 7 നിലകളിലായി സ്ഥിതി ചെയ്യുന്നു. ഭാവി സാങ്കേതിക വിദ്യകളെ പ്രതിനിധീകരിക്കുന്ന ടോർസ് ആകൃതിയിലുള്ള കെട്ടിടം അറബിക് കാലിഗ്രാഫിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഭാവി ദർശനവുമായി ബന്ധപ്പെട്ട ഉദ്ധരണികൾ ജനലുകളായി നൽകിയിരിക്കുന്നു. അതും ആകർഷണീയം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബഹിരാകാശ ഗവേഷണം, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, മെഡിക്കൽ, പരിസ്ഥിതി നവീകരണങ്ങൾ എന്നീ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം. പുതിയ കണ്ടുപിടുത്തങ്ങൾ പരീക്ഷിക്കാൻ സ്റ്റാർട്ടപ്പേഴ്സിനും ഗവേഷകർക്കും അവസരം. ഭാവിയിലെ നഗരം, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, ബഹിരാകാശ ജീവിതം തുടങ്ങിയ മേഖലകളുടെ മാതൃകകൾ. കുട്ടികൾക്കായി വിനോദവും പഠനവും ചേർന്ന ഇൻ്ററാക്റ്റീവ് ഏരിയ. ലീഡ് പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ നേടിയ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണം. നവീന വൈദ്യുതി കാറ്റാടി സംവിധാനങ്ങൾ. സുസ്ഥിര മെറ്റീരിയലുകൾ. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഘടനകളിൽ ഒന്നാണെന്ന് അവകാശപ്പെടുന്ന മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ രൂപകൽപ്പന ചെയ്തത് UAE ആർക്കിടെക്ചർ ഫേം ആയ ഷോൺ കില്ല ഡിസൈൻ ആണ്. എഞ്ചിനീയറിംഗ് ചെയ്തത് ബ്യൂറോ ഹാപ്പോൾട്ട് എന്ന കമ്പനിയും. 2023 ഫെബ്രുവരി 3 കെട്ടിടത്തിന് ഗ്രേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡ് പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ ലഭിച്ചു. കെട്ടിടത്തിൻ്റെ മുൻവശത്ത് ദുബായ് ഭരണാധികാരിയുടെ എമിറേറ്റിൻ്റെ ഭാവിയെക്കുറിച്ച് അറബി ഉദ്ധരണികൾ രൂപപ്പെടുത്തുന്ന ജാലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദിൻ്റെ 3 ഉദ്ധരണികളാണ്. നമ്മൾ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കില്ല, പക്ഷേ നമ്മുടെ സർഗാത്മകതയുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ പോയതിനു ശേഷം വളരെ കാലം ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കാൻ കഴിയും. ഭാവി സങ്കല്പിക്കാനും രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്നവർക്കായിരിക്കും ഭാവി കാത്തിരിക്കില്ല. ഭാവി ഇന്ന് രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയും. ജീവിതത്തിൻ്റെ പുതുക്കലിൻ്റെയും നാഗരികതയുടെ വികസനത്തിൻ്റെയും മാനവികതയുടെ പുരോഗതിയുടെയും രഹസ്യം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നവീകരണം. ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലെ അറബിക് കാലിഗ്രാഫി കൊത്തിയെടുത്ത ഉദ്ധരണികൾ എമിറാത്തി ആർട്ടിസ്റ്റ് മഥാർ ബിൻ ലഹേജ് എഴുതിയതാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ ടോറസ് ആകൃതിയിലുള്ള ഷെൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് പൊതിഞ്ഞ 1024 അഗ്നിശമന സംയുക്ത പാനലുകൾ അടങ്ങിയിരിക്കുന്നു. അവയിൽ ഓരോന്നിനും അറബി ലിപി സൃഷ്ടിക്കുന്നതിന് സവിശേഷമായ 3D ആകൃതിയുണ്ട്. ഈ മ്യൂസിയം സന്ദർശകരെ 2071 ഒരു സാങ്കല്പിക യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. ആകെ 7 നിലകളിലായി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. 5 നിലകൾ വ്യത്യസ്ത തീമുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു. 5ാം നിലയിൽ നിന്ന് ആരംഭിച്ച് അതിഥികളെ ഓരോ നിലയിലേക്കും കൊണ്ടുപോകുന്ന സന്ദർശക യാത്ര. 5ാം നില ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷൻ. ഈ നിലയുടെ പ്രമേയം 2070 ബഹിരാകാശ ജീവിതത്തെ കേന്ദ്രീകരിക്കുകയും ബഹിരാകാശ യാത്രയുടെ ഭാവി മനുഷ്യരാശിയെ അവരുടെ വെല്ലുവിളികളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. 4ാം നില
ദി ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാവിയിലെ പരിസ്ഥിതിയെയും ജൈവവൈവിധ്യത്തെയും എടുത്തു കാണിക്കുന്നു. അവിടെ സന്ദർശകർക്ക് ഭൂമിയിലെ ജീവൻ നന്നാക്കുന്നതിലും പുനഃസ്ഥാപിക്കുന്നതിലും പുതുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 3-ാം നില അൽ-വഹ. അൽ-വഹ എന്നാൽ ഒയാസിസ് എന്നാണ് അറബിയിൽ അർത്ഥമാക്കുന്നത്. സന്ദർശകർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിലകൊള്ളാനും ഈ നിലയിൽ വ്യത്യസ്ത ചികിത്സകൾ അനുഭവിക്കാനും കഴിയും. 2-ാം നിലയാകട്ടെ നാളെ, ഇന്ന് ആഗോള വെല്ലുവിളികൾക്ക് മറുപടിയായി നിലവിലുള്ള പരിഹാരങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയും നൂതന ആശയങ്ങളും ഉയർത്തിക്കാട്ടുന്നു. ആഗോള ദീർഘവീക്ഷണത്തിനായുള്ള ഇൻക്യുബേറ്ററായും ലബോറട്ടറിയായും പ്രവർത്തിക്കുന്നതിനാൽ തന്ത്രപരമായ പങ്കാളികളുമായുള്ള മ്യൂസിയത്തിൻ്റെ പ്രവർത്തനത്തെയും ഈ നില പ്രതിഫലിപ്പിക്കുന്നു. 1-ാം നില ഫ്യൂച്ചർ ഹീറോസ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സമർപ്പിക്കുന്നു. സ്വന്തം അവതാരങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് ഉൾപ്പെടെ സഹകരണവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സംവേദനാത്മക പ്രവർത്തനങ്ങൾ, പ്രായോഗിക കളികൾ, പ്രതിഫലാധിഷ്ഠിത വെല്ലുവിളികൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും നിഗൂഢതകൾ ഒളിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രവേശന നിരക്ക് വളരെ കൂടുതലാണ്. മുതിർന്നവർക്ക് 145 ദിർഹവും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ലെറ്റ് us learn.